പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തന്നു. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കേശവദാസപുരം ജംഗ്ഷൻ മുതൽ ഇവിടെ തമ്പാനൂർ വരെ, അതായത് ഓവർ ബ്രിഡ്ജ് വരെയുള്ള രാത്രി 7 മണിയുള്ള സമയം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് അതേ പ്ലേസ് തന്നെ രാവിലെ ഏർലി മോർണിംഗ് ഒരു 6:30 ടു ഒരു 7 വരെയുള്ള ടൈമിലുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ നമ്മുടെ കേശവദാസപുരം കഴിഞ്ഞിട്ടുള്ള പ്ലേസാണ്. പട്ടം എന്ന് പറയും. അപ്പം ഈ കാണുന്നത് നമ്മുടെ പട്ടം സെൻറ്റ് മേരീസ് ഹൈസ്കൂളാണ് ഇത് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെൻറ്റ് മേരീസ് ചർച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 7 മണി സമയത്ത് ഇവിടെ ഭയങ്കര വിജനമാണ് റോഡ്. അധികം ഒരു തിരക്കും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വീലറിൽ പോകുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോകണം. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരം വളരെ കുറവാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള റോഡ് എപ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പം ഇവിടെ എന്തോ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചുവന്ന കൊടിയൊക്കെ 2 സൈഡിലുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് സെൻറ്റ് മേരീസ് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പട്ടം ഗേൾസ് ഹൈസ്കൂളുണ്ട്, അതാണ് അവിടെ കണ്ടത്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ കാണുന്നത് കേന്ദ്രീയ വിദ്യാലയമാണ്, അതായത് സെൻട്രൽ സ്കൂൾ. അപ്പം ഈ പരുത്തിപ്പാറ മുതൽ, അതായത് പരുത്തിപ്പാറയല്ല, ഈ കേശവദാസ് മുതൽ പട്ടം വരെയുള്ള സ്ഥലത്ത് 3 സ്കൂളുകളുണ്ട്. അത് 3ഉം ഭയങ്കര തിരക്കുള്ള സ്കൂളാണ്. ഇപ്പോൾ കണ്ടില്ലേ ഒരു ചുവന്ന ബോർഡ്, അത് നമ്മുടെ PSCയുടെ ഓഫീസാണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ. PSC അല്ലേ? PSCയുടെ ഓഫീസാണ് അത് കണ്ടത്. എന്നിട്ട് ആ പട്ടം റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇപ്പം പട്ടം ഈ ജംഗ്ഷനാണ് ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. അതായത് ഈ നമ്മുടെ ട്രാഫിക് ആ ലൈനിൻ്റെ അപ്പുറത്ത് പോയിക്കൂടെ നമ്മൾ നിർത്തുമ്പം സിഗ്നൽ കണ്ടിട്ട് ആ വരയുടെ ഇപ്പുറത്ത് തന്നെ നിർത്തണം, അല്ലെങ്കിൽ ഭയങ്കര ഇത് നമുക്ക് ഫൈൻ വരും. അതുകൊണ്ട് എല്ലാവരും പട്ടം ക്രോസ് ചെയ്ത് പോകുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പം വാർത്തയിലും പത്രത്തിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മെഡിട്രീന ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടിരിക്കുന്നു. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പം ഈ റോഡിൽ കൂടെ വന്നാൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. അത് കഴിഞ്ഞ് പട്ടത്ത് വന്നിട്ട് നമ്മൾ PMG റോഡിലേക്ക് പ്രവേശിക്കുന്ന അവിടെ 1 വേ ആണ്. ഇത് അങ്ങോട്ടുള്ളത് വേ ആണ്. ഈ 1 വേ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ PMG ജംഗ്ഷനിൽ വരും. ജംഗ്ഷൻ എന്ന് പറയുമ്പം അവിടെ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. അടുത്തടുത്ത് 2 ട്രാഫിക് സിഗ്നലുണ്ട്. അതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ, അതായത് കേശവദാസപുരം പട്ടത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഉണ്ട്. അപ്പം അവിടെ ഒരുപാട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ കമാനമാണത്. മിക്കവാറും ദിവസങ്ങളിൽ അവിടെ നല്ല തിരക്കായിരിക്കും. സ്റ്റുഡൻസിനെ കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ഒരു വെള്ള, അത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെൻ്ററാണ്. പിന്നെ ഈ നേരെ കാണുന്നില്ലേ ഇത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അല്ല, ഇത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ്. അതായത് 2 സ്റ്റേഡിയങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇതാ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം. കണ്ടോ, ഇപ്പോൾ ഒക്കെ അവിടെ ഭയങ്കര വിജനമായിട്ട് കിടപ്പുണ്ട്. മുമ്പ് 2-3 പോലീസുകാർ ഗാർഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വരുന്നത്. ഇത് കണ്ടോ, ഈ സ്റ്റേഡിയം ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയം. അപ്പോൾ ഈ 2 സ്റ്റേഡിയം തമ്മിൽ നല്ല അടുപ്പമാണ്. അടുത്തടുത്താണ് ഈ 2 സ്റ്റേഡിയം. അതിൻ്റെ ആ പരിസരത്ത് തന്നെയാണ് നമ്മുടെ നിയമസഭാ മന്ദിരം വരുന്നത്. പിന്നെ ഇത് ആർട്സ് കോളേജിൻ്റെ അടുത്ത് കല്യാൺ സിൽക്സ്. ഇതൊക്കെ അന്ന് ഞാൻ സന്ധ്യയ്ക്കുള്ള കാഴ്ചയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ പാളയം പള്ളി വരുന്നത്. പള്ളിയൊക്കെ അന്ന് സന്ധ്യയിൽ കാണിച്ചു. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ് റോഡ് കിടക്കുന്നത്. ഒരു തിരക്കും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ പാളയം പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് മുസ്ലിംസിൻ്റെ ചർച്ചുണ്ട്, പള്ളിയുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗണപതി ക്ഷേത്രമാണ്. അതൊന്നൊരു ക്ഷേത്രമുണ്ട്. അത് 3ഉം ഇങ്ങനെ അടുത്തടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പാളയം മാർക്കറ്റ് വരുന്നത്. ഒരു ദിവസം പാളയം മാർക്കറ്റിൻ്റെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ VJT ഹാളല്ല, അയ്യങ്കാളി ഹാൾ. VJT ഹാൾ എന്നായിരുന്നു പണ്ട് അതിന് പറയുന്നത്. ഇപ്പോൾ അതിന് അയ്യങ്കാളി ഹാളെന്ന് മാറ്റിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സാംസ്കാരിക പരിപാടികളും നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്.
അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടോ ഇപ്പോൾ ഈ സമയത്തെല്ലാം റോഡ് ഭയങ്കര വിജനമാണ്, ആരുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിന് പോവാം. ഇവിടെയൊന്നും ഇപ്പം സിഗ്നലൊന്നും ഓപ്പൺ ആയില്ല, കണ്ടോ സിഗ്നലായിട്ട് മിന്നിയത് കണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വണ്ടി വരുന്നതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റാണ്, ലെഫ്റ്റ് സൈഡ് കാണുന്നത്. ഇപ്പോൾ സമരക്കാരൊന്നും വന്നില്ല, അവരൊക്കെ വരുന്ന ടൈം ആകുന്നേ ഉള്ളൂ. ഒരു 8-9 മണിയാകുമ്പം അവിടെ നല്ല ആക്റ്റീവ് ആകും. കണ്ടല്ലേ സെക്രട്ടേറിയറ്റ്, രാവിലെ സമയത്താണ് സെക്രട്ടേറിയറ്റിൻ്റെ ദൃശ്യം. ഇപ്പം ഈ സ്ഥിരമായിട്ട് കിടക്കുന്ന ഈ സത്യാഗ്രഹം കിടക്കുന്ന ആൾക്കാരെ അവിടെ ഉള്ളൂ. ഇനി സമരമൊക്കെ തുടങ്ങുന്നത് കുറച്ച് സമയം കഴിയുമ്പം അവിടെ നല്ല ആക്റ്റീവ് ആയിക്കൊള്ളും. പിന്നെ ഈ റോഡിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ പോകുമ്പം ഇത് പുളിമൂട് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് പകലുള്ള ടൈമിനൊന്നും ഇവിടെ നിന്ന് അടുക്കാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് കാണാനേ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഈ ടൈമിനൊക്കെ പോകുമ്പോഴാണ് ഈ റോഡ് ഇത്രയും നല്ല തിരക്കില്ലാതെ കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ വെളുപ്പിന് ഈ സമയത്തൊന്നും അങ്ങോട്ട് പോകേണ്ട അധികം ആവശ്യമില്ല. ഇത് വേറൊരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ സന്ധ്യാസമയത്തുള്ള തിരക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതൊക്കെ നിങ്ങളന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ബുക്ക് വയ്ക്കുന്ന സ്റ്റോളാണ്. അതായത് ഇവിടെ ഗവൺമെൻറ് ആയുർവേദ കോളേജ് കണ്ടോ, അതിൻ്റെ ബോർഡാണ്. ആയുർവേദ കോളേജും ഹോസ്പിറ്റലും ആണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ബുക്ക് സ്റ്റോൾ ഇങ്ങനെ പ്രവർത്തിക്കും. അവർ സന്ധ്യയ്ക്ക് പോകുമ്പോൾ അവിടെ തന്നെ എല്ലാം നല്ല പാക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ പോകുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളുണ്ട്. സ്കൂൾ കഴിഞ്ഞിട്ട് ഇതാണ് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന റൗണ്ട് അബൌട്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാം. നേരെ പോകുമ്പം കിഴക്കേക്കോട്ട, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം, അതൊക്കെ പോകുന്നതും പിന്നെ നമ്മുടെ ലോക്കൽ ബസ് സ്റ്റോപ്പൊക്കെ അവിടെയാണ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഈ ചുവന്നൊരു റൗണ്ട് ബിൽഡിംഗ് കണ്ടോ, ഇത് ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടോ. ഇത് വളരെ പണ്ട് മുതൽ ചെറുതിൽ കുഞ്ഞിലെ പോകുമ്പോഴേ അവിടെ കാണും. വളരെ പഴക്കമുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ബിൽഡിങ്. ഇത് നിങ്ങൾക്ക് ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും KSRTCയുടെ ബസ് സ്റ്റാൻഡാണ് ഇത്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരേ രീതിയിലാണ്, ഒരേപോലെയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും അതാണ് നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ നല്ല ശാന്തമായിട്ട് കിടക്കണം. കുറച്ച് സമയം കഴിഞ്ഞൊന്ന് നോക്കണം അവിടുത്തെ തിരക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റൗണ്ട് ബോട്ട് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പം എൻ്റെയും ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി അവരെയും കൊണ്ടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. താല്പര്യമുണ്ടെങ്കിൽ ഇനി ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് ഉടൻ തന്നെ കാണാം. Bye.